പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാനിരിക്കുന്ന വിഷയം മദ് ഫറഈനെ സംബന്ധിച്ചാണ്. എന്താണ് മദ് ഫറഈ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മദ് അസ്ലി വിശദമായിട്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാനിരിക്കുന്ന വിഷയം മദ് ഫറഈ ആണ്. മദ് ഫറഈ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വിധമുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ എത്രയാണ് നീട്ടേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. മദ് ഫറഈ ശരിക്കും 5 രൂപത്തിലാണുള്ളത്. മദ് ഫറഈ 5 രൂപത്തിലുണ്ട്. മദ് അസ്ലി അല്ലാത്തതൊക്കെ മദ് ഫറഈ ആണ്. ഈ മദ് ഫറഈ തന്നെ 5 രൂപത്തിലുണ്ട്. ഒന്ന് മദ് മുത്തസിൽ, മറ്റൊന്ന് മദ് മുൻഫസിൽ, അതുപോലെ തന്നെ മദ് ലാസിം, മദ് ആരിൽ, മദ് ലീൻ. ഇങ്ങനെ 5 തരം മദ്ദുകളാണുള്ളത്. മദ് ഫറഈ അല്ലാത്തതെല്ലാം മദ് അസ്ലി അല്ലാത്തതെല്ലാം മദ് ഫറഈ ആണ്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 രൂപത്തിൽ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഒന്ന്, മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തതിനാണ് മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ മദ് ഫറഈ സ്വാഭാവികം എന്തായിരിക്കും? മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ വരുന്നതിനാണ് മദ് ഫറഈ എന്ന് പറയാം. അപ്പൊ ഹംസയും സുക്കൂനും വന്നു കഴിഞ്ഞാൽ അവിടെ 5 മദ്ദാകാനാണ് സാധ്യത. മദ് ഫറഈ 5 രൂപത്തിലുണ്ട്. ഒന്ന് മദ് അസ്ലി, മദ് ഫറഈ 5 രൂപത്തിലുണ്ട്. ഒന്ന് മദ് മുത്തസില്, മറ്റൊന്ന് മദ് മുൻഫസില്, മറ്റൊന്ന് മദ് ലാസിം, മദ് ആരിൽ, മദ് ലീൻ. ഇങ്ങനെ 5 രൂപത്തിൽ മദ്ദുകളുണ്ട്. നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഞാൻ ക്ലാസ് നോട്ട് സ്ക്രീനിൽ കൊണ്ടുവരാം. ക്ലാസ് നോട്ട് സ്ക്രീനിൽ കൊണ്ടുവരുന്ന സമയത്ത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് നോട്ടിൽ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് വിഷയങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഞാൻ ക്ലാസ് നോട്ട് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മദ് ഫറഈ 5 വിധത്തിലാണുള്ളത്. ഒന്ന് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിം, മദ് ആരിൽ, മദ് ലീൻ. എന്ന് വെച്ചാൽ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകുന്നതിനാണ് മദ് മുത്തസിൽ എന്ന് പറയാ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ മദ് മുത്തസിലും മുൻഫസിലും ലാസിമിലും ആരിദിലും ലീനിലും അഥവാ മദ് ഫറഈന്റെ 5 ഇനത്തിലും ഒന്നിരിക്കൽ ഹംസയോ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാകും. ഹംസ എന്നുള്ള അക്ഷരമോ അല്ലെങ്കിൽ സുക്കൂൻ എന്നുള്ള ഹർക്കത്തില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും സുക്കൂൻ ഉണ്ടാവുക. മദ്ദക്ഷരത്തിന് ശേഷം തൊട്ട് ശേഷം സുക്കൂനോ ഉണ്ടാവുക. ഇങ്ങനെ രണ്ടാലൊരു സാഹചര്യത്തിലാണ് മദ് ഫറഈ ഉണ്ടാവുക. അങ്ങനെ മദ് ഫറഈ 5 രൂപത്തിലാണുള്ളത്. മദ് മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീൻ. നമുക്കറിയാം മദ് അസ്ലി അല്ലാത്തതൊക്കെ മദ് ഫറഈ ആണ്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തതാണ്. അതെത്രയാ നീട്ടേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു അലിഫിന്റെ ഖദർ അഥവാ 2 ഹർക്കത്തിന്റെ ഖദർ മാത്രമേ നീട്ടാവൂ. അതിനേക്കാൾ കൂടാനും പാടില്ല, അതിനേക്കാൾ കുറയാനും പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മദ് മുത്തസിൽ അല്ല, മദ് ഫറഈ അഥവാ മദ് അസ്ലി അല്ലാത്ത എല്ലാ മദ്ദുകളും മദ് ഫറഈ ആണ്. അത് 5 രൂപത്തിലാകുള്ളൂ. ആ 5 രൂപങ്ങളിലും മുത്തസിലും മുൻഫസിലും ലാസിമിലും ആരിദിലും ലീനിലും ഒക്കെ ഒരു അലിഫിനേക്കാൾ നീട്ടേണ്ടി വരും. എത്രയാണ് നീട്ടേണ്ടത് എന്ന് നമുക്ക് ഓരോ മദ്ദുകളെയും പറ്റി പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ മദ് ഫറഈ 5 രൂപത്തിൽ ഒന്നാമത്തത് മദ് മുത്തസിൽ ആണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ നമ്മുടെ ക്ലാസ് നോട്ടിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മദ് മുത്തസിൽ എന്നാൽ ഒരു പദത്തിൽ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരലാണ്. അഥവാ ഒറ്റ പദം, ഒറ്റ വേർഡ്, ഒറ്റ കലിമത്തിൽ തന്നെ മദ്ദക്ഷരമാവുന്ന അലിഫോ, വാവോ, യാഓ ഉണ്ടാവുകയും ആ മദ്ദക്ഷരമാവുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം തൊട്ട് ശേഷം ഹംസ വരികയും ചെയ്താൽ, അഥവാ ആ മദ്ദക്ഷരത്തിനോട് ചേർന്നിട്ട് അതേ പദത്തിൽ തന്നെ ഹംസ വന്നാൽ, അങ്ങനൊക്കെ പറയാൻ കാരണം അടുത്ത മദ്ദുകളെ പറ്റി പറയുന്ന സമയത്ത് എന്തിനാ അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നാൽ
അതിനാണ് മദ് മുത്തസിൽ എന്ന് പറയാം. നമുക്കറിയാം മദ് അസ്ലി അല്ലാത്തൊക്കെ ഫറഈയാണ്. ഫറഈ എന്ന് പറഞ്ഞാൽ മദ് ഫറഈന്റെ പ്രത്യേകത മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വരും. ഇവിടെ മദ് മുത്തസിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വരുന്നത്. മാത്രമല്ല മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരുന്നതിന് ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഹേ ഉലഇ, ഹേ ഉലഇ, കണ്ടോ? ഹേ ഉലഇ, ഹിനെ നീട്ടാൻ അലിഫുണ്ട്. ആ അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നിട്ടുണ്ട്. ഹേ ഉ, ലെ ലഇ, ലഇ. ഫത്ഹുള്ള ലാമിന് ശേഷം അതേ പദത്തിൽ തന്നെ ഫത്ഹുള്ള ലാമിനെ നീട്ടാനുള്ള അലിഫിന് ശേഷം മദ്ദക്ഷരമാവുന്ന അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് മദ് മുത്തസിലുകൾ അവിടെ കാണാം. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നാൽ ആ മദ്ദിനാണ്, അതേ പദത്തിൽ തന്നെ ഹംസ വരണം, മറ്റൊരു പദത്തിലായിട്ടല്ല. അത് ഇൻഷാ അള്ളാഹ് എന്തിനാ അങ്ങനെ പറയുന്നത് എന്നുള്ളത് അടുത്ത മദ് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരുന്ന സമയത്ത് ആ ഹംസക്കാണ്, ആ ഹംസക്കല്ല, ആ മദ്ദക്ഷരത്തിനാണ് മദ് മുത്തസിൽ എന്ന് പറയാം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ പദത്തിന്റെ അർത്ഥം തന്നെ ചേർന്ന് നിൽക്കുക എന്നാണ്. എന്താണ് ചേർന്ന് നിൽക്കുന്നത്? മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവ ഹംസയോട് ചേർന്ന് നിൽക്കുക. അതേ പദത്തിൽ തന്നെ ഹംസ വരികയും ആ ഹംസയോട് ചേർന്ന് നിൽക്കുന്നതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഈ ഉദാഹരണത്തിൽ നോക്കൂ. ഹ ഉല ഇ എന്നുള്ളതിൽ മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെ തൊട്ടു ശേഷം ഹംസ വന്നു. അതേ പദത്തിൽ മാത്രമായ പോലെ തൊട്ടു ശേഷം തന്നെ ഹംസ വരുമ്പോഴാണ് മദ് മുത്തസിൽ ആവുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എത്രയാണ് നമ്മൾ മദ് മുത്തസിലിനെ നീട്ടേണ്ടത് എന്നാണ്. മദ് മുത്തസിലിനെ എത്ര അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്? പല അഭിപ്രായങ്ങളുണ്ട്. മൂന്ന് അലിഫിന്റെ ഖദർ എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ ഇവിടെ എല്ലാ കിതാബുകളെയും പരിഗണിച്ച് നമ്മൾ ഇവിടെ ഇൻഷാ അള്ളാഹ് പറയുന്നത് 2.5 അലിഫിന്റെ ഖദർ നീട്ടണം എന്നാണ്. 2.5 അലിഫിന്റെ ഖദർ മദ് മുത്തസിലിനെ നീട്ടണം. അപ്പൊ എത്ര ഹർക്കത്തായിരിക്കും? അഥവാ 5 ഹർക്കത്തിന്റെ ഖദറായിരിക്കും. നമുക്കറിയാം ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഹർക്കത്തിന്റെ ഖദറാണ്. അപ്പൊ 2 അലിഫിന്റെ ഖദർ എത്രയാ? 4 ഹർക്കത്ത്. അപ്പോ 2.5 അലിഫിന്റെ ഖദർ നീട്ടണം. ഖദർ എന്ന് പറഞ്ഞാൽ കണക്ക്. അപ്പൊ 2.5 അലിഫിന്റെ കണക്ക് നീട്ടണം എന്ന് പറഞ്ഞാൽ 5 ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. അപ്പൊ ഇവിടെ 2.5 അലിഫിന്റെ ഖദറാണ്, അഥവാ 5 ഹർക്കത്തിന്റെ ഖദറാണ്. എന്ന് വെച്ചാൽ 5 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ 5 ഹർക്കത്ത് ഉച്ചരിക്കാൻ എത്ര സമയമാണോ ആവശ്യം അത്രയും സമയം നീട്ടണം. അത് അലിഫിന്റെ ഖദറിലേക്ക് വരികയാണെങ്കിൽ 2.5 അലിഫ് ഉച്ചരിക്കാൻ എത്ര സമയമാണോ ആവശ്യമുള്ളത് അത്രയും സമയം നമ്മൾ നീട്ടണം എന്നർത്ഥം. അപ്പോ മദ്ദക്ഷരമാകുന്ന അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ തൊട്ടു ശേഷം ഹംസ വന്നാൽ ആ ഹംസയെ പറ്റിയാണ് മദ് മുത്തസിൽ എന്ന് പറയുക. അപ്പൊ മദ് ഫറഈ 5 രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ മദ് വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് അല്പം ഒന്ന് ഖുർആൻ ഓതാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇൻഷാ അള്ളാഹ് ഈ മദ് ഫറഈന്റെ ഉദാഹരണം, മദ് ഫറഈൽ 5 ഒന്നാമത്തെ മദ് മുത്തസിലിന്റെ ഉദാഹരണം നമുക്കൊന്ന് ഖുർആനിൽ കണ്ടെത്താം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഇൻഷാ അള്ളാഹ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാന് സ്ക്രീനിൽ ഖുർആൻ കൊണ്ടുവരട്ടെ. സ്ക്രീനിൽ ഖുർആൻ കൊണ്ടുവരട്ടെ. നോക്ക് നിങ്ങൾ, സൂറത്തുൽ ബഖറ മുതൽ നമുക്കൊന്ന് ഇങ്ങനെ പരിശോധിക്കാം. മദ് മുത്തസിലിന്റെ ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. ഒരേ പദത്തിൽ തന്നെ ഹംസ വരണം. ഇതാ ഉലൈക. 5-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറ 5-ാമത്തെ ആയത്ത്. ഉലൈക
على هدى من ربهم وأولئك هم المفلحون. രണ്ട് ഉലായിക്കുണ്ട്. ഉല ലാമിന് ഫത്ഹുള്ള ലാമിനെ നീട്ടാൻ അലിഫുണ്ട് അല്ലെ. രണ്ട് ഉലായിന്റെ അവിടെ നോക്കൂ, ലാമിനെ നീട്ടാൻ ചെറിയൊരു അലിഫ് ഇട്ട് കൊടുത്ത് കണ്ടില്ലേ? കണ്ടില്ലേ? ഇതാണ് ആ ലാമിനെ നീട്ടാനുള്ള അലിഫ്. അതിന്റെ മുകളിൽ ഇട്ടത് കണ്ടോ? ഇത് ഈ കാണുന്നത് മദ്ദല്ല, അത് മദ്ദിന്റെ അടയാളമാണ് അല്ലേ. നമ്മൾ ഖുർആനിൽ ഇങ്ങനെ കണ്ടാൽ ഇത് മദ്ദല്ല, മദ്ദിന്റെ അടയാളമാണ്. അവിടെ മദ്ദുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് ഏതപ്പോ ഇവിടെ മദ്ദിന്റെ അക്ഷരം ഏതാ? ഫത്ഹുള്ള ലാമിനെ നീട്ടാനുള്ള അലിഫാണ്. അതാണ് മദ്ദക്ഷരം. ആ മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം തൊട്ട് ശേഷം ഹംസ വന്നിട്ടുണ്ട് അല്ലെ. ഹംസക്ക് കസറുള്ള ഹംസ വന്നിട്ടുണ്ട്. ആ ഹംസ വന്നത് കൊണ്ട് ഉലായിക്ക എന്നുള്ള ഒറ്റപ്പദത്തിൽ തന്നെ, അതേ പദത്തിൽ തന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് കൊണ്ട് അവിടെ മദ് മുത്തസിലുണ്ടായി. രണ്ടര അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്, ഈ മുകളിലുള്ള ചിഹ്നം കണ്ടോ? ആ ചിഹ്നം മദ്ദല്ല, അത് മദ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളം മാത്രമാണ്. മനസ്സിലായല്ലോ? അത് മദ്ദല്ല, മദ്ദക്ഷരം ആണ്, അലിഫാണ്. അവിടെ താഴെ എഴുതി കൊടുത്ത അലിഫാണ്. ഈ അലിഫ് ഉണ്ടല്ലോ, ആ അലിഫാണ് മദ്ദക്ഷരം. രണ്ടിടത്ത് കണ്ടോ ഈ അലിഫ്? ആ അലിഫാണ് മദ്ദക്ഷരം. അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തത് എന്താണ്? ഇവിടെ മദ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ രണ്ട് മദ് മുത്തസിലിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചു. രണ്ടിടത്തും രണ്ടര അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. ഇനി നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും സവാഉൻ. അവിടെയും മദ് മുത്തസിലാണ്. എന്തുകൊണ്ട്? ഫത്ഹുള്ള വാവിനെ നീട്ടാൻ ഇവിടെ ഒരു അലിഫുണ്ട് അല്ലെ. അത് മദ്ദക്ഷരമാവുന്ന അലിഫാണ്. അതിനുശേഷം തൊട്ട് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നത് കൊണ്ട് അവിടെ മദ് മുത്തസിലാണ്. അഥവാ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നപ്പോ, ആ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നപ്പോ ആ മദ്ദിനെ പറ്റി മദ് മുത്തസിൽ എന്ന് പറയും. എത്രയാ നീട്ടേണ്ടത്? രണ്ടര അലിഫിന്റെ ഖദർ എന്ന് വെച്ചാൽ 5 ഹറക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം. അത് തന്നെയാണ് രണ്ടര അലിഫ് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം. അത്രയും നമ്മൾ നീട്ടണം. ഇനി നമുക്ക് ഉദാഹരണം കിട്ടുമോ നോക്കാം. അത് മദ് മുത്തസിലാണോ? അല്ല, അവിടെ മദ്ദക്ഷരമാവുന്ന അലിഫുണ്ട്. അല അബ്സാരിഹി എന്നുള്ളിടത്ത് അല ലാമിനെ നീട്ടാൻ അലിഫുണ്ട്. അബ്സാരി എന്നുള്ള തുടക്കത്തിൽ ഹംസയുണ്ട്. അത് രണ്ടും ഒരു പദത്തിലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അത് മദ് മുത്തസിലല്ല. അതേത് മദ്ദ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ ഈ പേജിൽ മദ് മുത്തസിൽ നോക്കൂ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? മയ്യഖൂലു ആമന്നാ ബില്ലാഹ്. പിന്നെ ഇവിടെ മദ് മുത്തസിൽ ഉണ്ടോ? ഒരു മദ്ദുണ്ട്. ഇതാ ഇവിടെ ഹാഇനെ നീട്ടാൻ ഫത്ഹുണ്ട്. ഫത്ഹുള്ള അക്ഷരത്തെ നീട്ടാൻ അലിഫുണ്ട് അല്ലെ. ഹാഇനെ നീട്ടാൻ അലിഫുണ്ട്. ആ മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നത് കണ്ടോ? അതുകൊണ്ട് ആ ഹാഇനെ നീട്ടാനുള്ള അലിഫ് അത് മദ് മുത്തസിലാണ്. രണ്ടര അലിഫിന്റെ ഖദർ നീട്ടണം. അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തത് ഇത് മദ്ദല്ല, അത് മദ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളം മാത്രമാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ അവിടെ മദ്ദുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു അടയാളം മാത്രമാണ്. അപ്പൊ എങ്ങനെ ഓതുക? കണ്ടോ? രണ്ടര അലിഫിന്റെ ഖദർ നമ്മങ്ങ് നീട്ടി കൊടുക്കണം. അഥവാ 5 ഹർക്കത്തിന്റെ ഖദർ നീട്ടി കൊടുക്കണം. ഇനിയുണ്ട് 16-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നോക്കൂ. കണ്ടോ? ഉലൈക മദ് മുത്തസിലാണ്. രണ്ടര അലിഫിന്റെ ഖദർ നീട്ടണം. എവിടെ മദ് മുത്തസിൽ വന്നാലും രണ്ടര അലിഫിന്റെ ഖദർ അങ്ങ് നീട്ടണം. ചില ആളുകൾ 3 എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന്തായാലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയുന്നത് പുതിയ കിതാബുകളും പല കിതാബുകളിലുള്ള ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും മദ് മുത്തസിൽ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഖുർആനിൽ ഇനി എവിടെ മദ് മുത്തസിൽ വന്നാലും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം, കൃത്യമായിട്ട് ഓതാൻ സാധിക്കണം.
അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ മദ് ഫറഈന്റെ മറ്റു ഇനങ്ങളായ മദ് മുൻഫസിൽ, മദ് ലാസിം, മദ് ആരിദ്, മദ് ലീൻ ഇൻഷാ അള്ളാഹ് വിശദമായിട്ട് നമുക്ക് പഠിക്കാം.